എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഏമിങ്ങിന് ജിന്നുവിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായിരിക്കാണ്. അവന്റെ അമ്മയിൽ നിന്ന് അവന് നേരിടേണ്ടി വന്ന ക്രൂരതകളും കുട്ടിക്കാലത്ത് അമ്മ ഉപദ്രവിക്കുമ്പോൾ ചേർത്ത് പിടിച്ചിരുന്ന അച്ഛൻ പിന്നീട് നഷ്ടപ്പെട്ടപ്പോൾ അവൻ അനുഭവിച്ച സങ്കടമൊക്കെ എന്തായാലും അതിന്റെ ഭാഗമായി അവന്റെ കയ്യിലുള്ള ആ ഒരു പാട് ക്ലിയർ ചെയ്യാതെ അവന് മുന്നേ കിട്ടിയ ആ ഒരു മോഡലിംഗ് വർക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന അവനെ സഹായിക്കാനായി തീരുമാനിച്ച് നിർബന്ധിച്ച് ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ അവൾ തന്നെ അവന്റെ ആ ഒരു കയ്യിലെ സ്കാർ മാറാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴേക്കും ഇവൾക്ക് ഇത് വല്ലതും അറിയാവോ എന്നൊക്കെ അവനൊന്ന് അമ്പരക്കുന്നുണ്ടായിരുന്നു. അവളാകട്ടെ ഇടയ്ക്ക് കുറച്ച് നാൾ ഇവിടെ വർക്ക് ചെയ്ത് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്, ആ ഒരു ധൈര്യത്തിലാണ് ചെയ്യുന്നതെന്നും പറയുന്നു. എന്തായാലും അവൾ അങ്ങനെ ഇരുന്ന് അവൻ അത് ചെയ്തു കൊടുക്കുന്ന ആ ഒരു ടീമെല്ലാം ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ അമ്മ അവനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്ന് മാത്രം അവൻ പറയുന്നുള്ളൂ. അത് കേൾക്കുന്ന അവളുടെ അമ്മയെ പറ്റി പറയുന്നു. അവളുടെ അമ്മ അവന്റെ അമ്മയുടെ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അവളെ ജീവനായിരുന്നു. ഈവൻ PTA മീറ്റിംഗിന് വരുമ്പോൾ പോലും പഠിക്കുന്നില്ല, മാർക്ക് കുറവാണെന്ന് ടീച്ചേഴ്സ് കംപ്ലൈന്റ് പറഞ്ഞാൽ പോലും അവൾക്ക് ഒരു ചോക്ലേറ്റ് കൊടുത്ത് അടുത്ത തവണ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എൻകറേജ് ചെയ്യാറുള്ള അമ്മയായിരുന്നു അവളുടേത്. പക്ഷെ പിന്നീട് അവളുടെ അമ്മ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് അമ്മയുടെ പ്രശ്നം, എന്തിനാണ് അമ്മ മരിച്ചത് എന്നതൊന്നും അവിടെ അവർ സംസാരിക്കുന്നില്ല. എന്തായാലും അത്രയും നാള് വളരെ സ്നേഹത്തിൽ കൂടെ ഉണ്ടായിരുന്ന അമ്മ പെട്ടെന്ന് ഇങ്ങനെ മരിച്ചപ്പോ അവളെ തനിച്ചാക്കി പോയപ്പോ അതിന്റെ ബുദ്ധിമുട്ടുകൾ അവൾ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ടല്ലോ. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ രണ്ടുപേരും പേരന്റൽ സ്ട്രഗിൾ എക്സ്പീരിയൻസ് ചെയ്തവരാണ്, നഷ്ടം സഹിക്കേണ്ടി വന്നവരാണ്. എന്തായാലും ആ ഒരു കാര്യം രണ്ടുപേരെയും ഒന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങുന്ന ടീം അവളാകട്ടെ അവൻ ക്യാഷ് പേ ചെയ്യാം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് ക്യാഷ് വേണമെന്ന് എന്തോ ഓർത്ത കണക്ക് പറയുന്നുണ്ട്. ആദ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ കാശെന്ന് അവൻ തിരക്കുമ്പോൾ എന്റെ പെടലി ഒടിഞ്ഞു, നിനക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് കാശ് എന്ന് പറയുമ്പോൾ QR കോഡ് അവൻ ചോദിക്കുന്ന ടീം അത് വേണ്ട, എനിക്ക് നമ്പർ തന്നിട്ട് അതുവഴി പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവനെ WeChatൽ അവൾ ആഡ് ചെയ്യിപ്പിക്കുന്നു. അപ്പോഴാണ് സത്യത്തിൽ അവൾക്ക് ഒരു സമാധാനാവുന്നത്. മുന്നേ അവന്റെ നമ്പർ ഉണ്ടെങ്കിലും WeChatൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അതായത് ഇവിടൊക്കെ നമ്മള് സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സ് ആവില്ല, അതേ കണക്ക് ചൈനക്കാരുടെ ഒരു ഏർപ്പാടാണത്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഫാങ്ങിന്റെ കൂടെയായിരുന്നു ചെങ് ഉണ്ടായിരുന്നത്. ഇവരൊക്കെ ഒന്നിച്ച് പണ്ട് ഉണ്ടായിരുന്നവരാണല്ലോ. ഫ്രണ്ട്സ് ആയിട്ട് നടന്നെങ്കിലും ഇവർക്കിടയിൽ പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആക്ച്വലി ഫാങ്ങിനെയും ഏമിങ്ങിനെയും ചെങ്ങിനെയും വെച്ച് നോക്കുമ്പോൾ ചെങ്ങാണ് ഏറ്റവും ഇളയത്, മൂത്തത് ഫാങ് ആണ്. ചെങ്ങാകട്ടെ ഫാങ്ങിനോട് ഏമിങ്ങിനെ പറ്റി തന്നെ സംസാരിക്കാണ്. എനിക്ക് പണ്ട് തൊട്ടേ അവളോട് ഒരു താല്പര്യമുള്ളത് അറിയാലോ, അതിപ്പോഴും മാറിയിട്ടൊന്നുമില്ല. വർഷങ്ങൾ കഴിഞ്ഞ് സത്യത്തിൽ വീണ്ടും അവളെ കണ്ടപ്പോ റിവെഞ്ച് പഴയ ആ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെന്നത് വെറുതെയാ. എന്റെ ഉള്ളിൽ അവളോടുള്ള അതേ ഇഷ്ടം തന്നെ ഇപ്പോഴും ഉണ്ട്. അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു വഴി മാത്രമാണ് ആ സ്കാർ എന്നെല്ലാം അവൻ പറയുമ്പോ പക്ഷെ ഏമിങ് ആയിട്ട് അവനെ ഒരു അനിയനെ കണക്ക കാണുന്നത്, അത് നീ അക്സെപ്റ്റ് ചെയ്യണോന്ന് ഫാങ് പറയുന്നത് ചെങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ആ ഒരു ജിന്നുവോ അവൻ അവളെക്കാളും ഇളയതല്ലേ, ഞാനും അവനും ഒരേ പ്രായമല്ലേ, എന്നിട്ടെന്താ അവൾ ആ രീതിയിൽ അവനെ കാണാത്തതെന്നൊക്കെ പറയുമ്പോ കൂട്ടത്തിൽ തന്നെ വീണ്ടും തന്റെ കയ്യിൽ ആ ഒരു പാട് വന്നതിന് കാരണം ഏമിങ് ആണ്. അവൾ അന്നത് തടഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പാട് വരില്ലായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും അവളെ കുറ്റപ്പെടുത്തുമ്പോ നീ എപ്പോഴും ഏമിങ്ങിനോടുള്ള നിന്റെ ഇൻഫാക്ച്വേഷന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവൾ എന്തായാലും പണ്ട് മുതലേ നിന്നെ ഒരു അനിയനെ കണക്ക കണ്ടിട്ടുള്ളത്, അതിൽ ഒരു മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ വെറുതെ നിന്റെ സമയം കളയണ്ടാന്ന് ഫാങ് പറയുന്നുണ്ടായിരുന്നു. ഏമിങ്ങിനോട് പ്രണയമാണ്, വർഷങ്ങളായി അവനുള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു പ്രണയം. ഇതേ ടീം ജിന്നുവും ഏമിങ്ങും ഒന്നിച്ചേർന്നല്ലേ ഉണ്ടായിരുന്നത്. മടങ്ങി പോകുന്ന വഴി അവളായിട്ട് അവന്റെ കൂടെ കുറച്ച് ടൈം ഹാപ്പിയായി കടലോരത്ത് പോയി ചെലവഴിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അവനപ്പോഴും അവൾ ഫോട്ടോ എടുക്കാനും കുറെ സംസാരിക്കാനും ഒക്കെ നോക്കുമ്പോ അവൻ ഒരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെ നിൽക്കാണ്. നമ്മളൊന്നിച്ച് നിന്ന് ഫോട്ടോ എടുത്തിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ വെറുതെ എന്തിനാ എടുക്കുന്നതെന്നൊക്കെ അവൻ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഫാങ് മുന്നേ പറഞ്ഞ ആ ഒരു കാര്യങ്ങളിൽ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ചെങ്ങ് ഡ്രിങ്ക്സ് അടിച്ചിട്ട് ഫാങ്ങിന്റെ വീടിന്റെ അവിടെ വന്ന് കിടന്ന് അവന്റെ പ്രണയത്തില് അവൾ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം അവളായിട്ട് ഇവിടെ ഇങ്ങനെ കുടിച്ചിട്ട് വന്നിട്ട് ഓപ്രായം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ എന്റെ മകനും താമസിക്കുന്ന വീടാന്നൊക്കെ പറഞ്ഞ് അവന് തിരിച്ച് വഴക്ക് പറയുന്നു. അവൻ അതൊക്കെ കേട്ട് പോകാനേ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഏമിങ്ങിന്റെയും ജിന്നുവിന്റെയും വരവ്. ഇവരെ ഒന്നിച്ച് കാണുന്നവന് ദേഷ്യം വന്നിട്ട് ജിന്നുവിനെ വായി വന്നൊക്കെ പറയുന്നുണ്ട്. കാശും ഇല്ല, ഒരു പവറും ഇല്ല, ഒരു സോഷ്യൽ സ്റ്റാറ്റസും ഇല്ലാത്ത ഒരുത്തന്നെ ഇവന്റെ ഒക്കെ പറയുന്നത് ആര് നടക്കാനാണെന്നൊക്കെ പറഞ്ഞു. ജിന്നു തന്നെക്കാൾ നല്ലൊരു ചോയ്സേ അല്ലാന്ന് ഏമിങ്ങിന്റെ അടുത്ത് ഇൻഡയറക്റ്റ് ആയി കുത്തി പറയുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഏമിങ് പക്ഷെ എനിക്ക് ജിന്നുവിനെയാണ് ഇഷ്ടം, നീ പറഞ്ഞതൊക്കെ ആയിരിക്കും ഇവൻ, പക്ഷെ എനിക്ക് ഇവനെ തന്നെ ഇഷ്ടം, അതിൽ ഒരു മാറ്റം ഇല്ലാന്ന് അവൾ പറയുമ്പോൾ അവന് പിന്നെ ഒന്നും പറയാനില്ല. ഭയങ്കര സങ്കടത്തിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ജിന്നു ഏമിങ്ങിനെ നോക്കുമ്പോ ഞാനിപ്പോ അവൻ എന്റെ പുറകെ നടക്കുന്നതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിന്നെ ഒരു ഷീൽഡായിട്ട് ഉപയോഗിച്ചതായിട്ട് നീ കരുതണ്ട, ഇനി അങ്ങനെ വന്നില്ല തോന്നലും നിനക്കുണ്ട്, ഞാനിങ്ങനെ നിന്റെ പുറകെ നടക്കുന്നത് കൊണ്ട് നീ എന്റേതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ടും നിനക്കത് എന്തെങ്കിലും പ്രശ്നമാവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ റെഡിയാണെന്ന് അവൾ അപ്പോഴും അവസരം മുതലാക്കിക്കൊണ്ട് പറയുന്നു. അതൊന്നും കേട്ടിട്ട് അവനൊന്നും മിണ്ടുന്നില്ല. എന്തായാലും ഏമിങ് ആകട്ടെ ഫ്രീ ആകുമ്പോ WeChatല് ജിന്നുവിനെ ഇന്ന് ആഡ് ചെയ്യിപ്പിച്ചത് കൊണ്ട് തന്നെ ജിന്നുവിന്റെ WeChat പോസ്റ്റുകളൊക്കെ എടുത്ത് നോക്കുകയാണ്. അതിൽ കുറെ ലിക്കറിന്റെ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ഒക്കെയാണുള്ളത്. അവന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളും ഒന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാറേയില്ല. ഇത് കാണുന്ന അവൾ ഇവൻ എന്ത് ഇങ്ങനെ എപ്പോഴും ഇതൊക്കെ ഇട്ടോണ്ടിരിക്കുന്നതെന്ന് മറ്റുള്ള ആലോചിക്കുമ്പോഴേക്കും നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. ആക്ച്വലി ചെങ്ങിന്റെ ബാറിലേക്ക് ജിന്നുവിനെ ജോലിക്ക് എടുക്കുന്ന ടീം പ്രത്യേകമായി അവനോട് പറഞ്ഞിരുന്നു, നീ അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് ഇവിടെ വരുന്ന പെമ്പിള്ളേരൊക്കെ
നിന്നെ നോട്ടമിടാൻ സാധ്യതയുണ്ട്. നീ ഉള്ളതുകൊണ്ട് മാത്രം അവര് കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ ജോലിക്ക് എടുക്കുന്നതിന് നീ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ഡെയിലി ഒരു 10 പുതിയ വീചാറ്റ് കോണ്ടാക്ട്സ് എങ്കിലും ആഡ് ചെയ്യണം. എല്ലാം പെമ്പിള്ളേരെ തന്നെ ആയിരിക്കണം. അവർ നിന്നെ പറ്റി അറിയാനും നിന്നെ കാണാനും മാത്രമായിട്ട് ഇതേ ബാറിലേക്ക് വീണ്ടും വീണ്ടും വരുന്ന രീതിക്ക് നീ അവരുമായിട്ട് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ലിക്കറിന്റെ പ്രൊമോഷൻസും മറ്റും നീ ഡെയിലി വീചാറ്റിൽ ആഡ് ചെയ്യണം. എങ്കിലേ നിന്റെ സെയിൽസ് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നീ വരുന്ന കസ്റ്റമേഴ്സിനെ പാട്ടുപാടി എന്റർടൈൻ ചെയ്യുക മാത്രമല്ല, ഇവിടെയുള്ള സെയിൽസിലും നിന്റെ പങ്ക് വരണമെന്നല്ല ചെങ്ങ് നിർദ്ദേശിച്ചത് പ്രകാരമാണ് അവിടുത്തെ ആ ജോലിക്ക് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജിന്നു ചെയ്തത്. അവൻ വീചാറ്റിലെ പെമ്പിള്ളേരെ ആഡ് ചെയ്യുന്നതും ഏത് പെമ്പിള്ളേർ വന്ന് ചോദിച്ചാലും അവന്റെ വീചാറ്റ് കോണ്ടാക്ട് കൊടുക്കുന്നതും അതുകൊണ്ടായിരുന്നു. അല്ലാതെ ഇവൻ ഈ ചെയ്യുന്നതൊക്കെ കണ്ടപ്പോ ഏമെങ്ങ് തെറ്റിദ്ധരിച്ച കണക്ക് അല്ലെങ്കിൽ ചെങ്ങ് അവനെ തെറ്റിദ്ധരിപ്പിക്കാനായി പറഞ്ഞ കണക്ക് അവനൊരു വായി നോക്കിയോ എല്ലാ പെമ്പിള്ളേരെയും വീചാറ്റിൽ ആഡ് ചെയ്യാൻ നടക്കുന്ന അത്തരം ഒരു മോശപ്പെട്ട സ്വഭാവമുള്ള ആളോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ തന്റെ വീട്ടിലെ കുറച്ച് ഇലക്ട്രിക് പണികൾക്ക് വേണ്ടി ജിന്നുവിനെ ഏമെങ്ങ് വിളിച്ചു വരുത്തുന്നു. അവനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ചെങ്ങിന്റെ മുന്നിൽ വെച്ച് അവനോട് അടുപ്പുണ്ടെന്ന രീതിക്ക് സംസാരിച്ച് വീണ്ടും ചെങ്ങിന്റെ ഉള്ളിൽ അവനെ പറ്റി ഒരു ദേഷ്യം ഉണ്ടാക്കിയതിന് സോറി എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അവളുടെ മുത്തശ്ശിയും ഒരു ആന്റിയും വരുന്നുണ്ട്. ഇതാരാണെന്ന് തിരക്കുമ്പോൾ ഇത് ഇവിടെ റിപ്പയർ പണിക്ക് വന്ന പയ്യനാണെന്ന് അവൾ ജിന്നുവിനെ പറ്റി പറയുന്നുള്ളൂ. എന്തായാലും ഇവരാകട്ടെ ഡോക്ടർ ഗവോയുടെ പ്രപ്പോസലിനെ പറ്റി വീണ്ടും ഓർമ്മപ്പെടുത്താനാണ് വന്നത്. അവൾ പല ഡിമാൻഡ്സ് വെച്ചിട്ടും ഗവോ അതിനൊക്കെ സമ്മതിച്ചില്ല. പിന്നെ എന്ത് താമസമാണ് ഗവോയുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാനായി അവൾക്കുള്ളതെന്നെല്ലാം അവർ ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ പ്രായം കുറഞ്ഞൊരു പയ്യനെ ഇഷ്ടമെന്നല്ല അവൾ പറയുന്നുണ്ടായിരുന്നു. ഈ പ്രായം കുറവ് മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ? കുടുംബവും ജോലിയും വിദ്യാഭ്യാസവും ഒക്കെ നോക്കണ്ടേ? ഗവോ പറ്റിയ ഒരാളാ. ഇതിലും നല്ല പ്രപ്പോസൽ കിട്ടാൻ പോകുന്നില്ല. ആലോചിച്ച് കണ്ട് തീരുമാനം എടുക്കാനായി പറഞ്ഞ് അവർ പോകുമ്പോഴേക്കും തിരിച്ചെത്തുന്ന അവൾ ഈ സംസാരം ഒക്കെ തന്നെ ജിന്നു കേട്ടിട്ടുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവനോട് ജസ്റ്റ് ഒരു റിപ്പയർ പണിക്ക് വന്ന പയ്യനാണെന്ന് ഞാൻ പറഞ്ഞത്. ഫ്രണ്ടാണെന്ന് പറയാഞ്ഞതിന്റെ കാര്യം എന്നെ ഇവര് മാരേജിന് ഭയങ്കരമായിട്ട് നിർബന്ധിച്ചോണ്ടിരിക്കുക. അറിയാലോ, നീ കേട്ടല്ലോ. ഫ്രണ്ടാണെന്ന് എങ്ങനെ പറഞ്ഞാൽ നിന്നോടും കൂടി എന്നെ അതിനെ നിർബന്ധിക്കാൻ പറയും. അതുകൊണ്ടാ. പിന്നെ നീ ഫ്രണ്ടും അല്ലല്ലോ, അതിന് മുകളിലല്ലേ. ഇപ്പോഴേ അത് ഇവരോട് പറഞ്ഞാൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോൾ അവനാകട്ടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്, എന്നാലേക്ക് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് അവളോട് പറയുമ്പോൾ ഞാനും ഷോപ്പിലേക്ക് കൂടെ വരുന്നു എന്ന് പറഞ്ഞ് അവളങ്ങനെ കൂടെ പോകുന്നുണ്ട്. പോകുന്ന വഴി ജിന്നുവിന്റെ കസിനെ കാണുന്നുണ്ട്. അതേ ബാറിൽ വർക്ക് ചെയ്യുന്ന ഒരു കസിൻ ഉണ്ടല്ലോ അവന്. നിങ്ങളെന്തോ ഒരുമിച്ച് എന്തായാലും ഡേറ്റിംഗിലാണോ? ഇന്ന് നടക്കാൻ പോകുന്ന ഫെസ്റ്റിന് വരാൻ വേണ്ടി മറക്കണ്ട. വരുമ്പോ പുള്ളിക്കാരെയും കൂടി കൂട്ടിക്കൊണ്ട് വന്നൊക്കെ ജിന്നുവിനോട് പറഞ്ഞിട്ടാണ് ആ കസിൻ പോകുന്നത്. ഇതേ ടീം മറ്റൊരാളെയും കൂടി കാണുന്നുണ്ടായിരുന്നു, ചെങ്ങിന്റെ അനിയത്തിയെ. ചെങ്ങിന്റെ അനിയത്തി ജിന്നുവിനെ ഇപ്പൊ അന്വേഷിച്ചു വന്നിരിക്കുന്നത് ചില ഡൗട്ട്സ് ചോദിക്കാനായിട്ടാണ്. അവൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ വിന്റർ ബ്രേക്ക് ആണ്. അപ്പൊ ആ ഒരു ടീം ചില ഡൗട്ട്സ് ഒക്കെ അവനോട് ക്ലിയർ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചോണ്ട് വരുമ്പോ എനിക്ക് ഇച്ചിരി തിരക്കാ, ഇപ്പൊ ഞാൻ ഒരു വർക്കിലാണ്, പിന്നെ ലാൻഡ് ആൻഡ് ഫെസ്റ്റിവലിനും പോണോന്നൊക്കെ പറഞ്ഞവൻ ഭയങ്കര ബിസിയാണെന്നൊക്കെ പറയുമ്പോ അവൻ ഫെസ്റ്റിവലിന് വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോ തന്നെ എങ്കിൽ അവിടെ വെച്ച് കാണാന്ന് പറഞ്ഞ് ചെങ്ങിന്റെ അനിയത്തിയായ ജിങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ ടീം ഫെസ്റ്റിവലിന് ജിന്നു പോകുമെന്ന് മനസ്സിലാക്കുന്ന ഏമിങ് അവൻ ഇറങ്ങുന്ന സമയം ആകുമ്പോഴേക്കും അവനെ വെയിറ്റ് ചെയ്ത് അവളും ഫെസ്റ്റിവലിന് മാച്ച് ആവുന്ന രീതിയിലെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ഫെസ്റ്റിവലിന് അവിടെ പോകുമ്പോൾ ജിങ് അവിടെ ജിന്നുവിനെ കാണാനായി തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. പക്ഷെ ജിങ്ങിന് തന്നോടൊരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ജിന്നു അവളെ അവോയ്ഡ് ചെയ്യാനായി ഏമിങ്ങിന്റെ കൈയൊക്കെ പിടിച്ച് ഏതാണ്ട് ഗേൾ ഫ്രണ്ട് ആണ് അവളെന്ന രീതിക്ക് നടക്കാണ്. അതായത് ചെങ്ങിനെ കാണുമ്പോൾ അവന്റെ ആ ഒരു സ്നേഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഏമിങ് ജിന്നുവിനെ യൂസ് ചെയ്യുന്ന കണക്ക് ചെങ്ങിന്റെ അനീതിയായ ജിങ് തന്നോട് കാണിക്കുന്ന ഒരു സ്നേഹത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഏമിങ്ങിനെ ജിന്നു യൂസ് ചെയ്യുന്നു. അവനിങ്ങനെ തന്റെ കൈ പിടിക്കുന്നത് ജസ്റ്റ് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണെന്ന് അറിയാമെങ്കിലും അതൊരു അവസരമാക്കിയെടുത്ത് ഏമിങ് തിരിച്ചവന്റെ കൈ നല്ല മുറുകെ പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു ലാൻഡേൺസ് ഒക്കെ കത്തിച്ചു വെച്ചിരിക്കുന്ന മനോഹരമായ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഇവിടെ ഈ ഒരു ലാൻഡേൺസിന്റെ മുന്നിൽ വെച്ച് എന്ത് വിഷ് ചെയ്താലും അത് നടക്കും എന്നൊരു വിശ്വാസം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഏമിങ് നല്ലൊരു പിങ്ക് ലാൻഡേൺ അവിടെ കത്തിച്ചുകൊണ്ട് വളരെ ഹാൻസമായ ലോയലായ ഒരു കൊച്ചു പയ്യനെ അവൾക്ക് പാർട്ട്ണറായി കിട്ടണേ എന്ന് വിഷ് ചെയ്യാണ്. അവളുടെ ആ വിഷ് അതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ എന്തോ ജിന്നു ഇവൾ എന്ത് ആഗ്രഹിച്ചാലും അത് നടക്കട്ടെ എന്നാണ് അവന്റെ വിഷായി അവിടെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും രണ്ടുപേരും വളരെ ഹാപ്പിയായി ആ ഒരു ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുമ്പോഴേക്കും ഏമിങ്ങിന്റെ വീടിന്റെ അവിടെ CCTV ഇൻസ്റ്റാൾ ചെയ്യാനായി ജിന്നുവിനെ ഏൽപ്പിച്ചിരുന്നു. അവൻ രാവിലെ തന്നെ ആ പണിയൊക്കെ ചെയ്യാണ്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചില സാധനങ്ങൾ വാങ്ങാനായിട്ടായിരുന്നു രണ്ടുപേരും ഒന്നിച്ച് ഷോപ്പിലേക്ക് പോയത്. പക്ഷെ തിരിച്ചു വന്ന് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കറക്റ്റായി അങ്ങോട്ടേക്ക് അവനെ കണ്ട് സംസാരിക്കാനായി ജിയാങ് എത്തിയിരുന്നു. അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട്, അവനെ പറ്റിച്ച ഗേൾ ഫ്രണ്ട്. അവളാകട്ടെ ഏമിങ് ജിന്നുവിന്റെ അടുത്ത് ഇങ്ങനെ
ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ഭയങ്കര കലിപ്പാവുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്താ പരിചയം എന്നൊക്കെ ചോദിച്ച് ജിയാങ് ദേഷ്യപ്പെടുമ്പോ ഈ ഒരു ചെറിയ ഗ്രാമത്തില് പരസ്പരം പരിചയപ്പെടാനായി പ്രത്യേകിച്ച് കാരണോ സാഹചര്യമോ ഒന്നും വേണ്ടെന്നില്ല ഏമിങ് പറയുമ്പോ, ഓഹോ അപ്പൊ നീയാണല്ലേ എനിക്ക് ജോലി സ്ഥലത്ത് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് ഇവനോട് പറഞ്ഞു കൊടുത്തതെന്നൊക്കെ ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു ജിയാങ്. അതെ, ഞാനൊരു സത്യം പറഞ്ഞെന്നല്ലേ ഉള്ളൂ, അതിനെന്താന്ന് ചോദിച്ച് ഏമിങ് അവിടെ നിന്ന് പോകുമ്പോഴേക്കും നിന്നെ കൈ അവിടെ പ്രതീക്ഷിച്ചിരിക്കുക, നീ തിരിച്ച് ഓഫീസിലേക്ക് വരില്ലെന്ന് ചോദിക്കുമ്പോ ഏമിങ് അത് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. അങ്ങനെ അവൾ പോയ ശേഷം ജിന്യുവിനോട് ജിയാങ് ഇരുന്ന് സംസാരിക്കുകയാണ്. ദേ നോക്ക്, അവള് പറഞ്ഞൊന്നും വിശ്വസിക്കേണ്ട, ഞാനും ഞങ്ങളുടെ ബോസായ കൈയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന്, അയാൾക്ക് ഇവളെ തന്നെ ഇഷ്ടം, അവള് ചുമ്മാ ഓരോന്ന് പറയുന്നതാണെന്ന് പറഞ്ഞ് ജിന്യുവിനോട് ഭയങ്കര അടുപ്പത്തിൽ സംസാരിക്കാനായി ജിയാങ് നോക്കുമ്പോ ജിന്യു അത് വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. നമുക്കിടയിൽ ഒന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു എന്നും പറഞ്ഞ് ജിന്യു സംസാരിക്കുമ്പോ, അപ്പൊ നീ അവൾക്ക് വേണ്ടിയാണോ എന്നെ വേണ്ടാന്ന് വെക്കുന്നത്? അവളെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ മാത്രം എന്ത് പ്രത്യേകതയാ അവൾക്കുള്ളത്? അവളുടെ ഫാമിലിയെ പറ്റി നിനക്ക് വല്ലതും അറിയാവോ? അവളുടെ അമ്മ ആത്മഹത്യ ചെയ്തതാ, അച്ഛൻ വിദേശത്താ, തിരിഞ്ഞു പോലും നോക്കാറില്ല, പിന്നെ അവൾക്ക് ബാധ്യതയായിട്ട് ഒരു മുത്തശ്ശിയും കുറച്ച് ആന്റിമാരും ഉണ്ട്. നീ അവളെ കല്യാണം കഴിച്ചാല് ആ ഒരു കുടുംബത്തിലേക്ക് ചെല്ലുന്ന നിനക്ക് അവര് ബാധ്യതയാവും. നിനക്ക് കൊച്ചുണ്ടായാൽ പോലും നിന്റെ സർനെയും ഇട്ട് വളർത്താനൊന്നും അവര് സമ്മതിക്കില്ല. അങ്ങനെ ഭയങ്കരമായ കണ്ടീഷനുള്ള ആ കുടുംബത്തിലേക്ക് നിനക്ക് പോണോന്നൊക്കെ ചോദിക്കുമ്പോ എനിക്കതൊന്നും വിഷയമല്ലെന്നെല്ലാം ജിന്യു പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വേറെ സംസാരിക്കുമ്പോഴേക്കും സത്യത്തിൽ ജിയാങ് ഇപ്പൊ തിരിച്ചു വന്നത് ഈമിങ്ങിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ ഫാങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് ജിയാങ് വന്ന കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ടെൻഷൻ അടിക്കാണ്. അവര് ബ്രേക്കപ്പ് ചെയ്തില്ലേ, പിന്നെ നിനക്ക് എന്തിനാ ഇത്രയും ടെൻഷൻ എന്നല്ല. ഫാങ് തിരക്കുമ്പോ ബ്രേക്കപ്പ് ചെയ്തത് ഞാനപ്പൊ അത്രയും പറഞ്ഞതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവൻ എന്തായാലും അവളെ ബ്രേക്കപ്പ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടെൻഷൻ എന്നല്ല അവളും പറയുന്നു. ഇവളാകട്ടെ വീട്ടിൽ ഇപ്പൊ വെച്ചിരിക്കുന്ന CCTVയുടെ ഫൂട്ടേജ് എടുത്ത് പരിശോധിക്കുന്നുണ്ട്, അവിടേക്ക് വന്ന ജിയാങ്ങിന്റെ കാർ ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷെ അത് ക്ലിയർ ആയി കാണാൻ സാധിക്കാതെ വീണ്ടും ടെൻഷൻ ആകുമ്പോഴേക്കും അത് മനസ്സിലാക്കുന്ന ഫാങ് വേഗം ജിന്യുവിനെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരാള് നിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആയിരിക്കുകയാണെന്ന് ഫാങ് പറഞ്ഞ് ഫോൺ അങ്ങനെ എയിമിങ്ങിന് നൽകുമ്പോഴേക്കും ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞ് ജിന്യു ചുറ്റിനും ക്യാമറ കാണിക്കുന്നുണ്ടായിരുന്നു. ആശ്വാസമാവുന്ന എയിമിങ് പക്ഷെ അതൊന്നും കാണിക്കാതെ, അത് ഞാൻ ആരെയും വിളിച്ചില്ലല്ലോ, ഫാങ് അല്ലേ വിളിച്ചത്, എനിക്കൊന്നും അറിയണ്ടെന്ന് പറഞ്ഞ് ഫോൺ തിരിച്ചു കൊടുക്കുന്നു. അടുത്ത ദിവസമായിട്ട് കല്യാണം അറ്റൻഡ് ചെയ്യാനായി ജിയാങ് പോകുന്നുണ്ട്. അവളൊരു ഫ്രണ്ടിന്റെ മാരേജ് അറ്റൻഡ് ചെയ്യാനാണല്ലോ ഇപ്പൊ തിരിച്ചു വന്നത്. അതേ മാരേജ് പങ്കെടുക്കാനായി എയിമിങ്ങും പോയിട്ടുണ്ടായിരുന്നു. കാരണം അവളുടെ കൂടെ പഠിച്ച പെൺകുട്ടിയാണ് ഇപ്പൊ വിവാഹിതയാവുന്നത്. ഇവർ ക്ലാസ്മേറ്റ്സിലെ ഈ പെൺകുട്ടിയും എയിമിങ്ങും മാത്രമേ ഇനി വിവാഹം കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ പെൺകുട്ടിയും കല്യാണം കഴിച്ചിരിക്കുന്നു. എയിമിങ് ഇപ്പോഴും സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ ആണ്. എന്തായാലും അവിടെ പാട്ട് പാടേണ്ട ആർട്ടിസ്റ്റ് വരാത്തതിനെ തുടർന്ന് ജിയാങ് വേഗം തന്നെ ജിന്യുവിനെ വിളിച്ച്, നീ ബാറിലൊക്കെ പാട്ട് പാടാൻ പോകാറില്ലേ, ഇവിടെ ഒരാളുടെ ആവശ്യമുണ്ട്, വേഗം വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ജിന്യു താല്പര്യമില്ലാതെ സംസാരിക്കുമ്പോഴേക്കും അതേ മാരേജ് അറ്റൻഡ് ചെയ്യാനായി ഡോക്ടർ ഗവു വന്നിട്ടുണ്ടെന്ന് ജിയാങ് കുത്തി പറയുന്നുണ്ടായിരുന്നു. അവളത് പറയാൻ കാരണം അതേ മാരേജില് എയിമിങ്ങും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒപ്പം ഈ ഡോക്ടർ ഗവു എയിമിങ്ങിന്റെ ഒരു എസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നും അപ്പോഴേക്കും ജിയാങ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ മാരേജ് പ്രപ്പോസലിന്റെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇവനെ ഒന്ന് കുത്തി പറയുന്നത്. ഇവിടെ അവർ രണ്ടുപേരും കൂടി ഉണ്ട്, അതുകൊണ്ട് നീ അവളെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അവളുടെ വീട്ടില് ഇങ്ങനെ ഒരു പ്രപ്പോസൽ നടക്കുന്നുണ്ട്, നീ അവളെ പ്രേമിച്ചിട്ടും കാര്യമില്ല എന്ന രീതിക്ക് കുത്തി പറയുന്നതാണ്. എന്തായാലും ഡോക്ടർ ഗവു അവിടെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ജിന്യുവിന് ആകെപ്പാടെ ഒരു വെപ്രാളം. കാരണം വീട്ടിൽ അത്രയേറെ പ്രപ്പോസല് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് എയിമിങ്ങിന്റെ സംസാരത്തിൽ നിന്നും അവളുടെ വീട്ടുകാർ കഴിഞ്ഞ ദിവസം അവിടെ വെച്ച് പറയുന്നത് കേട്ടു അവൻ അറിയാലോ. ഈ സമയത്താണ് നമ്മളൊരു കാര്യം അറിയുന്നത്. ആക്ച്വലി ഇവരുടെ ബോസ് ആയിരുന്ന മിസ്റ്റർ കൈക്ക് എയിമിങ്ങിനെ ഇഷ്ടമായിരുന്നു, പക്ഷെ അവൾക്ക് അയാളോട് അങ്ങനെ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് അവൾ ഇഗ്നോർ ചെയ്യുന്നതിൽ അരിശം കൊണ്ട് അയാൾ അവളെ അസൂയ പിടിപ്പിക്കാനായിട്ടാണ് ജിയാങ്ങുമായി സത്യത്തിൽ അടുത്തത്. അയാൾക്ക് അങ്ങനെ ജിയാങ്ങിനോട് ഒരു പ്യോറായ സ്നേഹമൊന്നും അല്ല, ജസ്റ്റ് എയിമിങ്ങിനെ കാണിക്കണം എന്ന രീതിക്കുള്ള റിലേഷൻ ആയിരുന്നു. പക്ഷെ ജിയാങ് അതൊരു അവസരമാക്കിയെടുത്ത് അയാളെ മുതലെടുക്കുകയായിരുന്നു. കമ്പനിയിൽ അവളുടെ പൊസിഷൻ ഒന്ന് നന്നായി ഉറപ്പിക്കാനും അവളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഒക്കെയായി. എന്തായാലും എയിമിങ്ങിനെ അവിടെ വെച്ച് കാണുന്ന ജിയാങ്, നിനക്ക് ഈ ഡോക്ടറില്ലേ അയാളെ അങ്ങ് വീട്ടുകാർ പറയുന്ന കേട്ട് കെട്ടിയാ പോരെ, വെറുതെ എന്തിനാ എന്റെയും ജിന്യുവിന്റെ ഇടയിൽ വരുന്നതെന്നൊക്കെ ദേഷ്യത്തില് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൾ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഡോക്ടർ ഗവു അവിടെ എയിമിങ്ങിനെ കണ്ട് അടുത്തെത്തി സംസാരിക്കുന്നു. എനിക്ക് നിന്നെ കണ്ടപ്പോഴേ ഇഷ്ടമായി, പക്ഷെ നിനക്കൊരു അറേഞ്ച് മാരേജ് സെറ്റപ്പ് ഒന്നും താല്പര്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫ്രണ്ട്സ് ആയി ഒന്ന് തുടങ്ങി നോക്കിയാലോ, ചിലപ്പോ എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യം തോന്നിയാലോ എന്നൊക്കെ പറയുമ്പോ. പക്ഷെ അവളാകട്ടെ ഗവോയെ അവോയ്ഡ് ചെയ്യാനേ ഭയങ്കരമായി പാടുപെടുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടേക്ക് എത്തുന്ന ജിന്യു അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയം അവൻ തന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അവനെ അമ്മ കോൾ ചെയ്യുന്നുണ്ട്. അമ്മ വിദേശത്താണല്ലോ ഉള്ളത്, തീരെ വയ്യ, അവനെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞ് ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് അവൻ ചെയ്യേണ്ട കടമകളെ പറ്റിയൊക്കെ പറഞ്ഞ് അമ്മ ഇപ്പൊ വിളിക്കുമ്പോ അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇത്രയും നാളെ തിരിഞ്ഞു നോക്കാതെ വയ്യാണ്ടായപ്പോ വിളിക്കുന്നല്ലോ എന്നോർത്ത്. അവനത് കട്ട് ചെയ്യുമ്പോഴേക്കും എന്റെ അമ്മയായിരുന്നോ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിച്ച് അവൾ കാര്യങ്ങൾ തിരക്കുമ്പോ അത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. അവൻ ദേഷ്യപ്പെടുമ്പോ, നീ ഫ്രസ്ട്രേറ്റഡാ, ഞാനും അങ്ങനെയൊക്കെ തന്നെയാ, നമുക്ക് ഡ്രിങ്ക്സ് അടിക്കാന്ന് പറഞ്ഞ് അവരങ്ങനെ ഡ്രിങ്ക്സ് അടിക്കാനായി പോകുന്നുണ്ട്. പിന്നീട് ഒരു മത്സരമായിരുന്നു, ആരായിരുന്നു കൂടുതൽ കുടിക്കുന്നത് എന്ന് അറിയാനായി. അതിന്റെ ഒടുക്കം ഒരു ലിമിറ്റ് കഴിയുമ്പോ ഇനിയും കുടിച്ച പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കി അവൾ അവിടെ പാട്ട് പാടാനായി പോകുന്നുണ്ട്. ആ പാട്ട് പാടുന്ന ടൈമെല്ലാം അവനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് വളരെ റൊമാൻറ്റിക് ആയ ഒരു സോങ് ആയിരുന്നു അവൾ പാടുന്നത്. അവളുടെ പാട്ട് വളരെ മനോഹരമായിരുന്നത് കൊണ്ട് തന്നെ അത് അവൻ വളരെ
ആസ്വദിച്ചു ഇരിക്കുന്നു. ശേഷം എന്താണ് സംഭവിച്ചതെന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.